അസ്സലാമലൈക്കും. ഞാനിന്നില്ലേ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പോണത് അങ്കമാലി സ്പെഷ്യൽ ഒരു മാങ്ങ കറിയാണ് കേട്ടോ. അതിനായിട്ട് വേണ്ട സാധനങ്ങളാണിത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങ വേണം, പിന്നെ സവാള, ചെറിയുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, തേങ്ങാപ്പാൽ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ആ മാങ്ങക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു മൺചട്ടിക്ക് സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക. മൺപാത്രത്തിൽ വെക്കണ ഏറ്റവും നല്ലതിന്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുത്ത്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്, 2 തണ്ട് കറിവേപ്പില ഇട്ടെടുത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് കുഴക്കണം കേട്ടോ. അതിനുശേഷം ഈ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ ഉള്ളിക്ക് ഒഴിച്ചെടുക്കുക. പാത്രം കഴുകി വെള്ളം ഒഴിച്ചെടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനധികം വേവൊന്നും വേണ്ട കേട്ടോ, മാങ്ങയാണല്ലോ. അങ്ങനെ നമുക്കിതൊന്ന് ഏകദേശം 5 മിനിറ്റൊക്കെയാണ്. തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയതിന് ശേഷം നല്ല വെന്തിന് കേട്ടോ മാങ്ങയൊക്കെ. എന്നിട്ട് ഈ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് നല്ലോണം ചൂടായാൽ മതി. അങ്ങനെ നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അങ്ങനെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം പുളിയില്ല മാങ്ങ ആവണമെന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിന് കുറച്ച് കറിയൊക്കെ ഒന്ന് ചോറിലൊക്കെ ഒന്ന് ഒഴിച്ച് തിന്ന് നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ.